ശ്രീലക്ഷ്മി ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തി ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 7.5 ശനിയുടെ ഫലം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. സാധാരണ ഗ്രഹചാര ഫലം ചിന്തിക്കുമ്പോൾ പ്രധാനമായും നോക്കാറുള്ളത് ശനിയുടെ ഫലത്തെക്കുറിച്ചാണ്. ശനി ജന്മലഗ്നത്തിലും അതായത് ജന്മക്കൂറിലും അതിൻ്റെ 12ാം ഭാവത്തിലും 2ാം ഭാവത്തിലും അങ്ങനെ 3 രാശികളിൽ തുടർച്ചയായി സഞ്ചരിക്കുന്ന കാലത്തിനാണ് 7.5 ശനി എന്ന് പറയുന്നത്. ശനി ഒരു രാശിയിൽ നിൽക്കുന്ന കാലദൈർഘ്യം 2.5 വർഷമാണ്. അതനുസരിച്ച് 3 രാശിയിലും കൂടി 7.5 വർഷം ശനി തുടർച്ചയായി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ആ കാലത്തിന് 7.5 ശനി എന്ന പേര് സിദ്ധിച്ചിരിക്കുന്നത്. ഇതിനെ 7.5 ആണ്ട് ശനി എന്നും പറയും. 7.5 ശനിയുടെ ഫലങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അന്യദേശവാസം, സ്ഥാനചലനം, സ്വജനങ്ങളുടെ വിരോധം, അലച്ചിൽ, ധനഹാനി, ദാരിദ്ര്യം, അപമാനം, വിരഹം, നിരാശ, എല്ലാ കാര്യങ്ങളിലും ഉള്ള തടസ്സം എന്നിങ്ങനെയുള്ള ബഹുവിധങ്ങളായ ക്ലേശങ്ങളാണ് 7.5 ശനിക്കാലത്ത് സംഭവിക്കാറുള്ളത്. ജോലി കിട്ടി നാടും വീടും വെടിഞ്ഞ് അന്യനാട്ടിൽ പോകുന്നതും 7.5 ശനിക്കാലത്താണ്. അന്യദേശവാസവും വിരഹവും വേണമല്ലോ. ചിലപ്പോൾ വിവാഹവും 7.5 ശനിക്കാലത്ത് നടക്കാറുണ്ട്. കഷ്ടതകൾ ഏറ്റവും കുറഞ്ഞത് ഒടുവിലത്തെ 2.5 വർഷക്കാലമാണ്. ജന്മക്കൂറിൻ്റെ 2ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം. 7.5 ശനിക്കാലത്ത് ഉണ്ടായേക്കാവുന്ന ദോഷപരിഹാരാർത്ഥം അയ്യപ്പ ദർശനം, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശനിയാഴ്ച തോറും നടത്തുന്നത് വളരെ നല്ലതാണ്. ശനീശ്വര മന്ത്രം എന്നും ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. എല്ലാ ദോഷത്തിനും ശമനം ലഭിക്കുകയും ചെയ്യും. ശനീശ്വര സ്തോത്രത്തിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യുന്നതായിരിക്കും.